ചെടീനെ ആക്രമിക്കുന്ന ഒരുവിധപ്പെട്ട കീടങ്ങൾക്കെതിരെല്ലാം ഇതൊരെണ്ണം മതി. ബിവേറിയ ബാസിയാന. ഇതൊരു ജൈവ കീടനാശിനിയാണ്. ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അതിന്റെ ഉപയോഗരീതിയും അളവൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. ഈ സാധനം പൊടി രൂപത്തിലും കിട്ടും, ലിക്വിഡ് ഫോമിലും കിട്ടും. പൊടി രൂപത്തിലുള്ളതാണെങ്കിൽ 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലേക്ക്. ഇനിയിപ്പോൾ ഇതുപോലത്തെ ലിക്വിഡ് ആണെങ്കിൽ 5 ml മുതൽ 10 ml വരെ 1 ലിറ്റർ വെള്ളത്തിലേക്ക്. ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇത് ഡൈല്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന വെള്ളം ക്ലോറിൻ ഇല്ലാത്ത വെള്ളമായിരിക്കണം. ഇതൊരു ഫംഗസ് ആയതുകൊണ്ട് തന്നെ ക്ലോറിൻ ഇതിന്റെ വളർച്ചേനെയും പ്രവർത്തനത്തെയും ഒക്കെ മൊത്തത്തിൽ ബാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, വെയിലില്ലാത്ത സമയത്ത് സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് വൈകുന്നേരങ്ങളിൽ. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിശ്ചിത ടെമ്പറേച്ചറിന് താഴെ മാത്രമേ ഇതിന് ആക്റ്റീവായി വരാൻ പറ്റുള്ളൂ. നമ്മൾ മനുഷ്യന്മാരുടെ ബോഡി ടെമ്പറേച്ചർ ഇതിന് വളരാൻ സാഹചര്യത്തിലുള്ളതല്ലെങ്കിലും എന്നാലും ഇതെടുത്ത് പെരുമാറുമ്പോൾ മാസ്കും ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എഫക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചെടികളിൽ ആദ്യമേ സ്പ്രേ ചെയ്തതിന് ശേഷം ഈ ബിവേറിയ സ്പ്രേ ചെയ്യുന്നതാണ് നല്ലത്. ചെടികളുടെ ചോട്ടിൽ ഇത് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ചോടൊക്കെ ഒന്ന് നനച്ചതിന് ശേഷം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. ഇതൊരു ജൈവമാർഗ്ഗം ആയതുകൊണ്ട് തന്നെ ഒരു തവണ സ്പ്രേ ചെയ്താൽ പോരാ. കീടശല്യത്തിനനുസരിച്ച് ദിവസങ്ങളുടെ ഇടവേളകളിൽ മാറ്റം വരുത്തി വീണ്ടും യൂസ് ചെയ്യണം.